നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സത്സംഗത്തിലൂടെ ഒന്നുകൂടി ഒത്തുചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അനേകം പേർക്ക് പരാതിയായി തുടങ്ങിയിട്ടോ. അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും കാണുന്നില്ല. ചോദ്യം കുറേ തവണ ചോദിച്ചു, സവിത പറഞ്ഞില്ല, സവിത കണ്ടില്ല, എന്താ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അതെന്താണെന്നറിയോ, ഇൻ ബിറ്റ്വീൻ ഞാൻ കുറേ ദിവസം ചോദ്യങ്ങളില്ലാതെ കഥ മാത്രമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ കുറേ പെൻഡിങ് ആയ. മാത്രമല്ല, ഞാനിപ്പോൾ ഓരോ വീഡിയോസിലും 3-4 ചോദ്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പരത്തി പറഞ്ഞിട്ട് എനിക്ക് 3-4 ചോദ്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ പല ചോദ്യങ്ങളും ഷോർട്ട് വീഡിയോയിലൂടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സിൽ നിങ്ങളൊന്ന് ടൈറ്റിൽ ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം ഷോർട്സിൽ വന്നിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതും കൂടെ ഞാൻ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഞാനതിങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിപ്പോവും നമ്മുടെ വീഡിയോ. ഇപ്പം തന്നെ ലെങ്ത് കൂടുതലായല്ലോ. കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ 45 മിനിറ്റൊക്കെ ആയല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ കുറേ നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് ജോലികളുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 3-4 ചോദ്യങ്ങളൊക്കെ മാത്രമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതിലെ ആൻസർ കിട്ടാത്ത ആൾക്കാർ ഷോർട്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ ഞാൻ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. വിദ്യാ വിശ്വംഭരൻ എന്ന ഭക്തയാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഈ ക്വസ്റ്റ്യന് സവിത എന്തായാലും ആൻസർ തരണം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മാസവും വരുന്ന ആളാണ്. 4 അമ്പലത്തിനകത്തേക്ക് കയറിയാൽ പിന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാൻ തുടങ്ങും. ഞാൻ കരയരുത് എന്ന് എത്ര വിചാരിച്ചാലും കരഞ്ഞു പോവും. ഞാൻ മാത്രമാണ് കരയുന്നുണ്ടാവുള്ളൂ. എത്ര നിയന്ത്രിച്ചാലും ഭഗവാനെ കണ്ടാലുള്ള അവസ്ഥ ഇതാണ്. ഇത് എന്തുകൊണ്ടാണ് സവിത ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ തൊഴുമ്പോൾ കരയരുത് എന്ന്. ആൻസർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേര് ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നേരിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. കരഞ്ഞു പോണു എന്താണെന്ന്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് ഇത് ചോദിക്കാനിടയായി കേട്ടോ. ഒരുപാട് പേരിങ്ങനെ അടുപ്പിച്ച് ഇതേ കാര്യം പറയുമ്പോൾ ഞാനത് പരിഭ്രമിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞത് ആൻസർ അതങ്ങനെ തന്നെയല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭഗവാന്റെ കാര്യമല്ലേ, അപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ്. ഗുരുവായൂരപ്പനായിട്ടൊരു ആത്മബന്ധം വരുന്നത് ആ ഒരു സമയത്താണ് നമുക്ക് കണ്ണുനീര് വരിക എന്നാണ്. അതായത് നമ്മളെ ഭഗവാൻ എന്താ പറയുക, നമ്മളെ ഭഗവാൻ കുറേ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ ഭഗവാൻ അറിയാം അല്ലേ. നമുക്കാണ് ഭഗവാനെ പറയുക എന്നുള്ളത് അല്ലേ. ഈ ജന്മത്തെ അറിയാം, ഇത്ര ജന്മമായിട്ട് നമ്മളെ ഭഗവാൻ അറിയുണ്ടാവും അല്ലേ. ഏതോ ജന്മത്തെ ചെയ്തു വെച്ച പുണ്യം കൊണ്ടായിരിക്കും നമുക്കിപ്പോൾ ഭഗവാന്റെ മുമ്പിൽ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളുമായിട്ട് ഭഗവാന് വരുന്ന ആ ഒരു ആത്മബന്ധത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഭാവം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളിലേക്ക് വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് കരയാൻ അല്ലെങ്കിൽ കണ്ണ് നിറയുക എന്ന് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ അതൊരിക്കലും നമ്മൾ സങ്കടത്തോടെ കരയുന്നതല്ല. എന്തിനാ ഇപ്പോൾ കരയണമെന്ന് ചോദിച്ചാൽ നമ്മൾ സങ്കടത്തോടെ കരയണതല്ല അല്ലേ. അത് എപ്പോഴും നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, സന്തോഷത്തിൻ്റെ ആധിക്യം, ആത്മനിർവൃതി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ അവിടെ കരയുന്നത് അല്ലേ. സങ്കടം കൊണ്ട് കരയുന്ന അനേകം സന്ദർഭങ്ങൾ ഉണ്ടാവാം. വീട്ടിലൊക്കെ ഇരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാരാബ്ധങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയുണ്ടാവും. ഇതതുപോലെയല്ല. നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാരാബ്ധമൊക്കെ മറന്നു പോകും. നമ്മൾ ആരാന്ന് വരെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മളും ഭഗവാനും മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ആ ചിന്തയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു വരിക എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഭഗവാൻ നടന്നെടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരിക്കലും പരിഭ്രമിക്കേണ്ട കേട്ടോ. ആ ഒരു കണ്ണുനീരുണ്ടല്ലോ, ഭഗവാൻ നമ്മളെ ഹഗ് ചെയ്തതായിട്ട് കണക്കാക്കണം എന്നാണ് പറയുക. ഭഗവാൻ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളെ ഭഗവാൻ എന്താ പറയുക, ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുകൊണ്ടാണ് നമുക്ക് ആ കണ്ണുനീര് വരുന്നത് എന്നാണ് സിമ്പിളായിട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയല്ല കേട്ടോ.
പക്ഷെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ആ കണ്ണുനീര്. അപ്പോൾ ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലൊന്നും നമുക്ക് ആ കണ്ണുനീര് വരില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും തൊഴുന്ന ആളാണ്. എനിക്ക് എല്ലാ ദിവസവും കണ്ണ് നിറഞ്ഞൊഴുകാറില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗദ്ഗതം വരും ഭയങ്കരമായിട്ട്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു ഗദ്ഗതം അത് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ സമയത്ത് എന്താ ഇപ്പൊ തൊട്ടാൽ പൊട്ടിപ്പോകും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയല്ലേ നമുക്ക്. അത് ചില ദിവസങ്ങളിൽ വരും. അത് ഭഗവാൻ നമ്മളിലേക്ക് ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അങ്ങനെ തോന്നുക. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് നിയന്ത്രിക്കാനൊന്നും ശ്രമിക്കണ്ട. നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു നിമിഷമാണ്, ധന്യ നിമിഷമാണ്, ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ് എന്ന് വിചാരിക്കൂ. സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ. ഇത് ഒരിക്കലും പല അമ്മമാരും വികലമായ രീതിയിൽ പറയും, നമ്മൾ കണ്ണുനീര് ഭഗവാന് കൊടുത്താൽ തിരിച്ച് നമ്മൾക്ക് ഭഗവാൻ കണ്ണുനീരാണ് തരിക എന്ന് പറയും. അതൊക്കെ തെറ്റാട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയിട്ട് ഭഗവാന് പാൽപ്പായസം കൊടുത്താൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ പാൽപ്പായസം ഉണ്ടാവുമെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊന്നും അല്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ആനന്ദാശ്രുവാണ്. നമ്മളിലേക്ക് ഭഗവാൻ വരുമ്പോഴത്തെ നമ്മുടെ സന്തോഷമാണത്. അപ്പം അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ബാക്കി ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇത് ഞാനും എൻ്റെ ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധമാണ്. ഞങ്ങളിപ്പോൾ എന്താ സംസാരിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോട് ഇപ്പം എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്താ എന്നോട് തിരിച്ചു പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. സോ ഇത് ഞാനും ഗുരുവായൂരപ്പനും തമ്മിലുള്ളതാണ്. അതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തല്ലി പിടിക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാനൊക്കെ തോന്നും. ഇങ്ങനത്തെ കാര്യത്തിൽ മാത്രം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസിൽ. അപ്പം നിങ്ങളതൊന്ന് നോക്കണം, വെയിറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അടുത്തതായിട്ട് രാധാമണി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ എൻ്റെ മോളും ഹസ്ബൻഡും തമ്മിൽ എന്നും വഴക്കാണ്. മോളാണെങ്കിൽ ഡിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയാണുള്ളത്. അവർക്ക് പിരിയാതിരിക്കാൻ ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന് അമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കാറുണ്ട്. മോളെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്ത് ചെയ്യണം മോളെ? കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ നാളെ ഗുരുവായൂർക്ക് വരുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസം മുമ്പത്തെ മെസ്സേജാണ് ഇത്. ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. കൃഷ്ണനാട്ടം കളിയിലെ രാസക്രീഡ എന്നുള്ള കൃഷ്ണനാട്ടം കളിയാണ് ദാമ്പത്യ കലഹം മാറാനായിട്ട് ഷീട്ടാക്കേണ്ടത് കേട്ടോ. മനസ്സമാധാനം കിട്ടാനായിട്ട് നാരായണീയത്തിലെ 65-ാമത്തെ ദശകം മുതൽ 69-ാമത്തെ ദശകം വരെ എല്ലാ ദിവസവും ചൊല്ലുന്നതും വളരെ നല്ലതാട്ടോ. നോക്കൂ, ഈ അടുത്ത കാലത്ത് വന്ന എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഈ 5 ദശകത്തിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകതയാണ് നിവർത്തിപരേയം പഞ്ചദശകം എന്നാണ് ഇതിനെ പറയുന്നത്. എന്താ വെച്ചാൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിവർത്തി മാർഗം ഉണ്ടാക്കി തരുന്ന ആ ഒരു ദശകങ്ങളാണ് ഈ 5 ദശകം. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സമാധാനം പോവും, സങ്കടമാവും, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും മാനസികമായിട്ട്. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ഈ 5 ദശകങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക എന്നുള്ളതാണ്. ഇതിൻ്റെ കന്യകമാരുടെ ശ്രേയസ്സിനും ദാമ്പത്യ കലഹം മാറാനുമാണ് ഈ രാസലീല എന്ന കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കുന്നത്. എന്നാൽ നാരായണീയത്തിലെ ഈ 5 ദശകങ്ങളോ അല്ലെങ്കിൽ 5 അധ്യായത്തിലൂടെയാണ് ഭാഗവതത്തിൽ ഈ രാസലീല ഭാഗങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത്. ആ 5 അധ്യായങ്ങളോ ചൊല്ലുന്നത് എല്ലാ തരത്തിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ 69-ാമത്തെ ദശകം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നും കൂടി ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. അതിന് കാരണമായിട്ട് ആചാര്യൻ പറയാറുള്ളത് 100-ാമത്തെ ദശകം മേൽപ്പത്തൂർ എഴുതി സമർപ്പിക്കുന്ന സമയത്ത് മേൽപ്പത്തൂരിൻ്റെ മുമ്പിലേക്ക് ഉപനിഷത് സുന്ദരിമാരോടൊപ്പം, അതായത് രാധാദി ഗോപികമാരോടൊപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വേണുഗാനം ചെയ്യേണ്ടായി എന്നും ഈ വേണുഗാനം ഭഗവാൻ ആ രാസലീല എന്ന ദശകമാണ് വേണുവിലൂടെ കേൾപ്പിച്ചത് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ ആചാര്യൻ പറയുമ്പോൾ. അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദശകമാണ് 69-ാമത്തെ ദശകം എന്നാണ് പറയുക. അപ്പോൾ കഴിവതും മുടങ്ങാതെ ഈ 69-ാമത്തെ ദശകം ചൊല്ലിക്കോളൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് മോളും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടുത്തതായിട്ട് സന്ധ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്,
പൂജാമുറിയിൽ വെച്ച ഫോട്ടോ ഫ്രെയിം ചെയ്യാതെ നമ്മൾ ഉത്സവ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിക്കില്ലേ, ഡബിൾ ടേപ്പൊക്കെ പിറകിൽ ഉള്ളത്, അത് മോശമായി പോയി. ഇനി ആ ഫോട്ടോ എന്ത് ചെയ്യും? കത്തിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഉത്തരം പറയുമോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല. ഡിസ്പോസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കേട്ടിരിക്കണേ. എന്നാൽ എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോ കത്തിക്കാൻ നല്ല പ്രയാസം തോന്നും, നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ വെച്ച് ആരാധിച്ചിരുന്ന ഏതെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസ് ആണെങ്കിൽ നോക്കണ്ട, എനിക്ക് നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ എനിക്കത് കത്തിച്ചോളൂ എന്ന് പറയാൻ എനിക്ക് പറ്റണില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ വളരെ വിശദമായിട്ട് ഒരു കമൻറ്റ് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അടുത്തതായിട്ട് ഓക്കെ, പ്രസന്ന രാജൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകൻ 10ൽ പഠിക്കുന്ന സമയം അവന് മാത്സ് സോഷ്യൽ മാർക്ക് കുറവായിരുന്നു. ഫുൾ A+ കിട്ടിയാൽ ഭഗവാന് ശയന പ്രദക്ഷിണം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. 8 A+ഉം പിന്നെ C+ഉമാണ് കിട്ടിയത്. ഇതുവരെ ശയനപ്രദർശനം ചെയ്തില്ല. ചെയ്യും എന്ന് ഭഗവാനോട് പറഞ്ഞതല്ലേ. മകന് 26 വയസ്സായി. സവിത ഓർക്കുമ്പോൾ ഒരു ആദിയാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ നല്ല ജിമ്മായിരിക്കുകയാണ്. ആഗ്രഹമുണ്ട്, അവനോട് പറയുമ്പോൾ നടത്താം എന്ന് പറയും. എപ്പോഴും ഓർക്കുമ്പോൾ പേടിയാണ്. എന്താ ചെയ്യുക? സവിത വൈകിയത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ സവിത. ഓക്കെ, സവിത പറഞ്ഞാൽ ഉണ്ണി പറയുന്നത് പോലെയാണ്. 2 ദിവസം മുമ്പ് ഞാൻ ചോദിച്ചിരുന്നതാണ്, സവിത കാണാത്തതാണ്. പ്രസന്ന ചേച്ചി ചോദിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഞാൻ ഇന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത് കേട്ടോ. മോന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും ശയനപ്രദർശനം ചെയ്യണം. അത് മുടക്കണ്ട. മോനോട് പറയൂ, അനേകം കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലേ. അപ്പം ഈ ഒരു വഴിപാട് ചെയ്യാനാവുമ്പോഴേക്കും നമ്മൾ അതിനെ ഇത്തിരി പിന്നെന്ന് വെക്കുന്നത് ശരിയല്ല. നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ല എന്ന് പറയില്ലേ. പക്ഷെ എത്രയും പെട്ടെന്ന് വന്ന് ചെയ്യൂ. ഇനി വൈകിയത് കൊണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചാൽ വൈകിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി പ്രസന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ട് വൈകിയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിടിപ്പണം എണ്ണാതെ എടുത്ത് പിടിപ്പണമായിട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കൂ. അത് പ്രായശ്ചിത്തപ്പണമാണ് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ മുടങ്ങിപ്പോയാൽ നമ്മൾ പ്രായശ്ചിത്തപ്പണം സമർപ്പിക്കുക എന്ന് പറയും. അങ്ങനെ പ്രായശ്ചിത്തമായിട്ട് അത് എന്തിനും, ഏത് വഴിപാട് മുടങ്ങിപ്പോയാലും ഓർമ്മയില്ലാതെ പോയാലും ഒക്കെ നമ്മൾ പിടിപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. അപ്പോൾ അതേമാതിരി പിടിപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് മകനെ കൊണ്ട് എന്തായാലും ശയനപ്രദർശനം ചെയ്യിപ്പിച്ചോളൂ. ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ദേഷ്യപ്പെട്ട് പറയൂ. അമ്മ പറഞ്ഞാൽ കേക്കില്ലേ ഉണ്ണി, വേഗം ആവട്ടെ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ വേഗം വരുമല്ലോ. അടുത്തതായിട്ട് ഓക്കെ, ഷാനമോൾ എന്നാണ് എൻ്റെ പേര്. ലാസ്റ്റ് ടൈം ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, അതിനും കൂടി മറുപടി പറയാമോ? ഞാനിവിടെ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പെർമിറ്റ് കിട്ടുന്നതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. ആ തടസ്സം മാറിക്കിട്ടാൻ ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഇറ്റലിയിൽ എന്തായാലും ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. അപ്പോൾ പെർമിറ്റ് ശരിയാവുക എന്നൊക്കെ ഉള്ളത് അഹസ് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓൺലൈനിൽ അഹസ് ബുക്ക് ചെയ്യാൻ സാധിക്കും. www.guruvayurdevasamam.in എന്ന വെബ്സൈറ്റിലൂടെ കയറിയാൽ നമുക്ക് അഹസ് വഴിപാട് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് നാളേക്ക് അഹസ് വേണമെങ്കിൽ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് ചെയ്യണം, നേരിട്ട് വന്ന് ചെയ്യുന്ന ഭക്തരാണെങ്കിൽ. ഓൺലൈൻ വഴി ചെയ്യുന്ന ഭക്തരാണെങ്കിൽ മറ്റന്നാളേക്ക് വേണമെങ്കിൽ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു സമ്പ്രദായം. 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് സമ്പ്രദായം. ഒരു ദിവസത്തെ ഭഗവാന്റെ എല്ലാ പൂജകളിലും ഭാഗമാവുക എന്നതാണ് അഹസ് വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ എല്ലാ പ്രസാദങ്ങളും അഹസ് ഷീട്ടാക്കുന്ന ഭക്തർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലാണോ അഹസ് ഷീട്ടാക്കേണ്ടത് എന്ന് രസ്ന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്. അതെ കേട്ടോ, അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലാണ് അഹസ് ഷീട്ടാക്കേണ്ടത്. 3000 രൂപയാണ് കേട്ടോ അഹസ് ഷീട്ടാക്കാൻ വേണ്ടത്. അടുത്തതായിട്ട് സുജിത എന്ന ഭക്തയാണ്. അപ്പോൾ നാരായണീയ പിറന്നാളിന് സ്ഥിരം വായിക്കാറുള്ള ദശകം പിന്നെ വേറെ 5 ദശകം കൂടി വായിക്കണം എന്നാണ് വിചാരിച്ചത്. ഗ്രൂപ്പിൽ ഓപ്പോളുടെ വോയിസ് മെസ്സേജ് കണ്ടപ്പോഴാണ് സമ്പൂർണ്ണ പാരായണം ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ണനോട് സാധ്യമാക്കി തരണേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അറ്റ് എ ടൈം ഫുൾ വായിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് പറയൂ. 6 വയസ്സായ മോനും 2 വയസ്സായ മോനും ഉണ്ട്.
മുഴുവനായി വായിച്ചു കഴിയുമ്പോൾ രാത്രിയായി. നാരായണകവചം സഹസ്രനാമം ദിവസവും ചൊല്ലാറുണ്ട്. നാരായണനാമം എഴുതാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സുജിത. മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അന്ന് എനിക്ക് ഭഗവാൻ അനുഗ്രഹം കിട്ടിയെന്ന് ഒരു തോന്നൽ വന്നപ്പോൾ, ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് മുഴുവനായിട്ടും വായിക്കാൻ പറ്റുള്ളൂ. അതായത് നിരുതി മുഴുവനായിട്ടും വായിക്കാത്ത ആരെയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അനേക കാലമായി ഞാനൊരു സമ്പൂർണ്ണം വായിച്ചിട്ട്. ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അനേകം സമ്പൂർണ്ണങ്ങൾ വായിച്ചിട്ടുണ്ട് ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് സമ്പൂർണ്ണം വായിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും. എന്നിട്ട് 80 ദശകം വരെ എത്തിയിട്ടൊക്കെ നിർത്തിയ സന്ദർഭങ്ങളുണ്ട് അനേകം തവണ. അപ്പോൾ അതൊക്കെ എനിക്ക് മനപ്രയാസമാണ്. പക്ഷെ പിന്നീട് അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി പോവാറുണ്ട്. അപ്പോൾ ഒരു സമ്പൂർണ്ണം വായിക്കാൻ അനുവദിക്കണേ ഭഗവാനെ എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ അത് നടക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ എനിക്ക് നാരായണീയം സമ്പൂർണ്ണ പാരായണം, സ്ത്രീ സഹജമായ ബുദ്ധിമുട്ട് വന്നേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിച്ച ദിവസമായിരുന്നു. പക്ഷെ അതൊന്നും വരാതെ സമ്പൂർണ്ണ പാരായണം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം ആരാരാണോ സമ്പൂർണ്ണം വായിക്കണം അവരെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ദശകമെങ്കിലും വായിക്കാൻ സാധിച്ചാൽ വലിയ സന്തോഷമായി എന്ന് പറയുക ഭഗവാനോട്. അതല്ലേ വേണ്ടത്. പിന്നെ ഒരു നാരായണീയം ദിവസേന വായിക്കുന്നവർക്കാണെങ്കിൽ ഒരു സമ്പൂർണ്ണ പാരായണത്തിന് ഏകദേശം 5 മണിക്കൂർ വേണം. 4.5 to 5 മണിക്കൂറാണ് വേണ്ടത്. 4 മണിക്കൂർ കൊണ്ടൊക്കെ ഒറ്റ ശ്വാസത്തിലൊക്കെ ചൊല്ലുന്നവരാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ടും കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ 5 മണിക്കൂറൊക്കെ നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിചാരിച്ച് ഒട്ടും പരിഭ്രമിക്കണ്ട കേട്ടോ. ഞാൻ ആദ്യത്തെ സമ്പൂർണ്ണം വായിച്ചത് ഏതാണ്ട് 12 മണിക്കൂർ എടുത്തിട്ടാട്ടോ. നാരായണീയ സമ്പൂർണ്ണം ആദ്യമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 12 മണിക്കൂർ എടുത്തിട്ടാണ്. അതായത് രാവിലെ ഞാനൊരു 6 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 9 മണിക്കാണ് കഴിഞ്ഞത് കേട്ടോ. 6 മണി to 6 മണിയല്ല, കാരണം കണ്ടിന്യൂസ്ലി ഇരിക്കുകയല്ല, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് വിശ്രമിക്കേണ്ട ചെറിയ മടിയുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട് 6 മണി രാവിലെ തുടങ്ങിയിട്ട് രാത്രി 9 മണിക്കാണ് എൻ്റെ കഴിഞ്ഞിരിക്കണത്. അപ്പം അത്രയും ഞാൻ സമയം അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂർ എടുത്തിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സമ്പൂർണ്ണ പാരായണം ചെയ്തത്. അപ്പോൾ ആദ്യമാകുമ്പോൾ നമുക്ക് അനേകം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വായിച്ച് സുപരിചിതമായാൽ അതിൻ്റെ ആ സമയം കുറഞ്ഞു വരും. 5 മണിക്കൂറാണെങ്കിൽ വളരെ സ്പഷ്ടമായി വായിക്കണമെങ്കിൽ, വളരെ മനസ്സിരുത്തി സ്ലോ ആയിട്ട് വായിക്കണമെങ്കിൽ, അതായത് സന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്ന് തുടങ്ങി ഈ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഏതാണ്ട് 5 മണിക്കൂറാണ് സമയം വേണ്ടത്. അത് വളരെ സ്പീഡിൽ ഇങ്ങനെ പറയണമെങ്കിൽ ആനന്ദരൂപ ഭഗവൻ നൈ ദേവതാരേ പ്രാപ്തി, അങ്ങനെ വളരെ സ്പീഡിലാണ് പോകേണ്ടത് എങ്കിൽ നമുക്കൊരു 4.5 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ തീരാം. അപ്പം ഇത് മുഴുവനായിട്ട് ഒന്നിച്ച് ചൊല്ലാൻ സാധിച്ചില്ല, എന്തെങ്കിലും ദോഷമുണ്ടോ ചോദിക്കുന്നത്, അങ്ങനെ ഒന്നുമില്ല, ഒരു ദോഷവും ഇല്ല. ഒരു ദശകം ചെല്ലാൻ സാധിച്ചാൽ അത്രയും നല്ലത്, അങ്ങനെ വിചാരിക്കൂ കേട്ടോ. ജിൻസി പ്രഭി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ആൻസർ പറയാൻ അറിയില്ല. ജിൻസി, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഷോപ്പിൽ ഉയർച്ച ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. വഴിപാടായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഗുരുവായൂരപ്പനോട് പറയാം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് നമുക്ക് എന്ത് വഴിപാടാണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക. ആ ബിസിനസ് എന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ഭഗവാനെയും കൂടി പാർട്ട്ണറാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ അനേകം പേര് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം കേട്ടോ. ലാഭത്തിൻ്റെ ഒരു വിഹിതം ഗുരുവായൂരപ്പനാണ് പാർട്ട്ണർ. അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന അനേകം പേരെ എനിക്കറിയാം. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 3 പേരടങ്ങുന്ന ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയാണെങ്കിൽ അവരതിന് 4 പേര് എന്ന് പറയും. ഒന്ന് ഗുരുവായൂരപ്പനാണ്, 4ാമത്തെ പങ്ക് ഓഹരി ഗുരുവായൂരപ്പനുള്ളതാണ്. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തതായിട്ട് സവിത, ഞാൻ താമ്പൂലം 41 ദിവസത്തിന് ഷീട്ടാക്കിയിരുന്നു. തീരുന്ന ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ബീന ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ദോഷമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ നോക്കൂ, ഇത് കുറേ ആളുകൾക്കുള്ള സംശയമാണ്. നമ്മളൊരു വഴിപാട് ഷീട്ടാക്കിയിട്ട് അന്നേ ദിവസം നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല, നമ്മളുടെ പേരിൽ വഴിപാട് ഇവിടെ നടന്നിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ പ്രസാദങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തന്നെ അത് സ്വീകരിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുക.
പക്ഷെ പല പല സാഹചര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ വിദേശത്തൊക്കെ ഇരുന്നിട്ട് മാസം വഴിപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാ മാസവും വന്ന് തൊഴുത് എല്ലാ മാസവും പ്രസാദം വാങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ അവർ ആ വഴിപാട് മുടക്കില്ല. എന്താ കാരണം? ഗുരുവായൂരപ്പന് ഉള്ളതാണത്. അങ്ങനെ സങ്കല്പിച്ചാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. ഇനി കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വീണ്ടും വരുന്ന ദിവസം തുടങ്ങിയാൽ മതി കേട്ടോ. വിട്ടുമാറാത്ത തലവേദനയ്ക്ക് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ബിന്ദു ശിവദാസ് ചോദിച്ചിരിക്കുന്നത്. ബിന്ദി ശിവദാസിനാണ് കേട്ടോ കാണാനുള്ളത്. വിട്ടുമാറാത്ത അങ്ങനെ ചോദിച്ചാലേ ഒരു ഔചിത്യമാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ തന്നെ മനസ്സിൽ വിചാരിച്ച് നല്ലവണ്ണം നാമം ജപിച്ചിട്ട് കണ്ണടച്ചിരുന്ന് നാമം ജപിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന്. കാരണം ഇതൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തതാണ് കേട്ടോ. വിട്ടുമാറാത്ത തലവേദന രോഗങ്ങളിൽ പെടും. രോഗശാന്തിക്ക് കാളിയമർദ്ദനം, കൃഷ്ണനാട്ടങ്ങൾ ഷീട്ടാക്കാം. ഇനി അതല്ലാതെ വേറെ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് നാമം ജപിച്ച് കണ്ണടച്ചിരുന്ന് നോക്കൂ. ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് തരും അതിൻ്റെ ഉത്തരം. ഇന്നത് ചെയ്തോളൂ എന്ന്. അപ്പം നമുക്കത് അതേപോലെ തന്നെ ചെയ്യാനും സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് കുറേ പേരുടെ ചോദ്യം അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ക്യൂ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? സ്പെഷ്യൽ ക്യൂ റേറ്റ് എത്രയാണെന്ന് പറയാമോ എന്നാണ് അഭിമന്യു എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ക്യൂ സംവിധാനം എന്ന് പറയുന്നത് നെയ്വിളക്ക് ഷീട്ടാക്കി തൊഴുന്നതിനെയാണ്. ഒരാൾക്ക് തൊഴാൻ 1000 രൂപയും 5 പേർക്ക് തൊഴാൻ 4500 രൂപയുമാണ് സ്പെഷ്യൽ ക്യൂ സംവിധാനത്തിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഈ നെയ്വിളക്ക് ഷീട്ടാക്കിയ ഭക്തജനങ്ങൾക്കും കുറച്ച് സമയം വരിയിൽ നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഏതാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നിൽക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ഒരു പ്രസാദ കിറ്റ് ലഭിക്കുന്നതാണ്. കൗണ്ടർ നമ്പർ 8 പോയാൽ ഒരു പ്രസാദ കിറ്റ് കിട്ടും കേട്ടോ. കൗണ്ടർ നമ്പർ 8 എവിടെയാണെന്ന് ചോദിച്ചാൽ ചുറ്റമ്പലത്തിനകത്ത് വടക്ക് വശത്താണ് കൗണ്ടർ നമ്പർ 8. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രസാദ കിറ്റ് ഈ നെയ്വിളക്കിൻ്റെ ഷീറ്റ് കാണിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ് കേട്ടോ. ഈ സ്പെഷ്യൽ ക്യൂ ആണ്. ക്യൂ എന്നുള്ള പ്രയോഗം അവിടെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒട്ടും വരിയിൽ നിൽക്കാതെ നേരെ കടന്നു പോകാമെന്ന് വിചാരിക്കേണ്ട. നെയ്വിളക്ക് ഷീട്ടാക്കിയാലും നമ്മൾ കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ. പുഷ്പാഞ്ജലി, അർച്ചന എല്ലാം ഒന്ന് തന്നെയാണോ എന്നാണ് VS സബിത ചോദിച്ചിരിക്കുന്നത്. അതെ, പുഷ്പാഞ്ജലി ആണെങ്കിലും അർച്ചനയാണെങ്കിലും രണ്ടും ഒന്നാണ് കേട്ടോ. പറയുമ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോഴും ഷീറ്റിൽ എഴുതുമ്പോൾ അർച്ചന എന്നാണ് കേട്ടോ. പുരുഷ സൂക്തം അർച്ചന എന്നുള്ളത് അങ്ങനെ അർച്ചന എന്നാണ് കേട്ടോ ഇതിൽ എഴുതി വരുമ്പോൾ വരിക. പക്ഷെ പുഷ്പാഞ്ജലിയും അർച്ചനയും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം ഇത് തന്നെ വേറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രമ എന്ന ഭക്തയും കൂടി പറഞ്ഞിട്ടുണ്ട്. കുചേല ദിനത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി ഭഗവാന്റെ മുന്നിലെത്തിയപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. സങ്കടം കൊണ്ട് ആണോ? തിരുമേനി ചോദിച്ചു എന്തിനാ കരയുന്നത്, സങ്കടമായോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ആദ്യത്തെ ചോദ്യമായിട്ട് തന്നെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് തേജസ് എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോളെ, ഞാൻ നേരത്തെയും ഈ ചോദ്യം ചോദിച്ചിരുന്നു. കർമ്മവിനകൾ അനുഭവിക്കുന്ന ഒരമ്മയാണ് നാരായണീയത്തിലെ ഏത് ദശകം ചൊല്ലിയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയില്ല. അമ്മയ്ക്ക് ഏത് ദശകമാണോ ഇന്നും ചൊല്ലണം എന്ന് തോന്നുന്നത് ആ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നാരായണീയത്തിലെ 69ാമത്തെ ദശകത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. 69ാമത്തെ ദശകങ്ങൾ ചൊല്ലിയാൽ നമുക്ക് സാധ്യമല്ലാത്തതൊന്നും തന്നെയില്ല. അപ്പോൾ എല്ലാ ദിവസവും അമ്മ 69ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് എനിക്ക് 29 വയസ്സേ ഉള്ളൂ. പക്ഷേ ഈ ജന്മം മുഴുവനും കരയാനുള്ളത് ഞാൻ ഇതിനകം കരഞ്ഞു കഴിഞ്ഞു. എനിക്ക് ജന്മം തന്ന അന്ന് മുതൽ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിച്ചു. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഒരു തോന്നൽ. ഇനി എന്നും എന്നെ ഓർത്ത് അച്ഛനും അമ്മയ്ക്കും സന്തോഷിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയും ഉണ്ട്. ഞാൻ ഇന്നും സ്വപ്നം കണ്ടു. ഇന്ന് ശ്രീകൃഷ്ണനായിരുന്നു ഞാൻ നാരായണൻ എന്ന് പറയാൻ ആണ് ഇന്നത്തെ രൂപം വിചാരിച്ചത്. ചില ഫോട്ടോകളിലൊക്കെ കാണുന്ന അതേ രൂപം, നിറയെ ഉണ്ടമാലകൾ ഇട്ട ഭഗവാൻ. ഇതെനിക്ക് നല്ലതിനാണോ അതോ ഗുരുവായൂരിലേക്ക് പെട്ടെന്ന് എത്താൻ എന്നെ പരീക്ഷിക്കുന്നതാണോ? ഇത് രണ്ടുമാണ് ആ സുരഭി എന്ന ഐഡിയിൽ നിന്ന് വന്ന മെസ്സേജുകളാണ് കേട്ടോ.
ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് സുരഭി തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു, ഒരു 29 വയസ്സിനുള്ളിൽ ഈ ഒരു ജന്മത്തെ കണ്ണീര് മുഴുവൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാൻ ഒരു ആശ്വാസത്തിനായിട്ട് സ്വപ്നത്തിലെങ്കിലും വരുന്നതാണ് കേട്ടോ. അത് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേറെ ഒരർത്ഥവും ഇല്ല. അങ്ങനെ വിചാരിക്കേ വേണ്ട. ഇങ്ങനെ കണ്ട് 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 മോഹമായിട്ട് കൊതി തോന്നിയിട്ടെന്നൊക്കെ പറയില്ലേ, ഉണ്ണികൃഷ്ണനെ കാണാൻ ഓടി വരാനും തോന്നും. അങ്ങനെ വരാൻ തോന്നിപ്പിക്കുന്ന ഗുരുവായൂരപ്പൻ വരാനുള്ള മാർഗവും കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ സ്വപ്നത്തിൽ വരിക അങ്ങനെയല്ല, അവനൊരിക്കലും ഉണ്ടാവില്ല. ഉണ്ണികൃഷ്ണൻ അടുത്തേക്ക് വരുന്നത് ആശ്വാസത്തിനാണ്, ആശ്വസിപ്പിക്കാനാണ്. എന്തിനാ നീ ഇങ്ങനെ കരയണേ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, വളരെ 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 നമുക്ക് എന്താ പറയുക, മാജിക്കൽ വേർഡ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കേട്ടോ. ഒരു മാജിക്കൽ മൂമെന്റ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ ലൈഫിൽ നടക്കുന്ന, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശ്വസിപ്പിക്കലുണ്ടല്ലോ. അത് കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് പല തരത്തിലാണ്. ഒരു മയിൽപീലി ആയിട്ടാവാം, ഒരു മഞ്ചാടിക്കുരു ആയിട്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ സ്വപ്നത്തിൽ കാണിച്ചു തന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വാക്കിന്മേലായിരിക്കാം. അങ്ങനെ അനേകം തരത്തിൽ ഗുരുവായൂരപ്പൻ നമ്മളിലേക്ക് എത്തും. വില്വമംഗലം സ്വാമിയാർക്ക് എങ്ങനെയാ ഗുരുവായൂരപ്പൻ എത്തിയത്, ആ കഥ നിങ്ങൾക്ക് അറിയില്ലേ. ചിന്താമണി എന്ന പേരായ ഒരു വാരസ്യാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യാപദം അലങ്കരിച്ചിരുന്നത് എന്നും, ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ചിന്താമണിയുടെ അടുത്തേക്ക് എത്താൻ അനേകം ദുർഘടങ്ങൾ ഉണ്ടായി എന്നും, ആ ദുർഘടങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ചിന്താമണിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ നിന്നിരുന്ന അദ്ദേഹം ഒരു കാലെടുത്ത് വെച്ച ഉടനെ ആ സാത്വികയായ വാരസ്യാർ ചോദിച്ചു അത്രേ, ഇത്രയധികം സ്നേഹം അങ്ങ് എന്നോട് കാണിക്കുന്നതുണ്ടല്ലോ, ഇത് ഭഗവാനോടായിരുന്നെങ്കിൽ എന്ന ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് വില്വമംഗലം സ്വാമിയാർക്ക് എപ്പോഴും ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഏത് നിമിഷമാണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തുക എന്നറിയില്ല. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മഞ്ചാടിക്കുരുവോ ഒരു മയിൽപ്പീലിയോ ഒരു ഓടക്കുഴലിലൂടെയോ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ സാത്വികരായിട്ടുള്ള ആരുടെയെങ്കിലും വാക്കുകളിലൂടെയും ആവാം, ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിപ്പോൾ സ്വപ്നത്തിലൂടെയാണ് ഭഗവാൻ വന്നിരിക്കുന്നത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നാമം ജപിച്ചോളൂ. കുട്ടിയുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് എല്ലാം നേരെയാക്കി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ഇന്നുള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് വരാം. ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ കേട്ടോ. ഒരിക്കൽ കൂടി ചോദിക്കാൻ ഒട്ടും മടി വിചാരിക്കരുത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യമല്ലേ, അതറിയുക എന്നുള്ളത് നിങ്ങളുടെ അവകാശവും അത് പറയുക എന്നുള്ളത് എൻ്റെ അനുഗ്രഹവുമാണ് ഭഗവാന്റെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ വീണ്ടും നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.